ഇപ്പം വീട് അല്ലെങ്കിൽ വില്ലാസ് ആകുമ്പം അതിന് റീസെയിൽ വാല്യൂ ഉണ്ടാവുന്നു. ഫ്ലാറ്റ്സ് കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഫ്ലാറ്റ് ആണല്ലോ, അപ്പം ഇതിനി എത്രത്തോളം ഇതിനൊരു സ്ട്രെങ്ത് ഉണ്ട് എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ റീസെയിൽ വാല്യൂ ഭയങ്കര ഡിമിനിഷിങ് ആവും ഫ്ലാറ്റ്സിന്റെ കേസിൽ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ശരിക്കും ട്രൂ ആണ്. ഞാൻ അതിന്റെ ഒരു റീസെന്റ് എക്സാമ്പിൾ, പഴയ എക്സാമ്പിളൂടെ പറയാം. മുൻകാലങ്ങളിൽ ഒരു 10 വർഷം മുൻപോ 15 വർഷങ്ങൾക്ക് മുൻപോ കൊച്ചിയിലെ ഒരു ഫ്ലാറ്റിന്റെ പ്രൈസ് മിക്കവാറും ഇപ്പോഴും നമുക്ക് ഗൂഗിളിലൊക്കെ കയറി സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ ഒരു ഫ്ലാറ്റിന്റെ പ്രൈസ് നമുക്ക് കിട്ടും. അതേ സ്ക്വയർ ഫീറ്റിൽ വാങ്ങിയിട്ടുള്ള സെയിം ബിൽഡിങ്ങിൽ നമ്മൾ ഇന്നൊരു വീട് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ അന്നത്തെ ഒരു പ്രീമിയം പ്രൊജക്റ്റിന് കൺസിഡർ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ്, അതായത് അത്യാവശ്യം ഫെസിലിറ്റീസ് ഉള്ളത്. നമ്മളിപ്പോൾ എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഫ്യൂച്ചറിസ്റ്റിക് ആവണം. ഒരു 10-15 വർഷങ്ങൾക്ക് മുൻപ് ഒരു അപ്പാർട്ട്മെൻറ്റ് സെല്ല് ചെയ്തു. ആ അപ്പാർട്ട്മെൻറ്റിനകത്ത് കാർ പാർക്കിങ്ങും ഇല്ല, ഒരു ഫെസിലിറ്റീസും ഇല്ലാത്ത ഒരു അപ്പാർട്ട്മെൻറ്റ് ഇന്ന് സെല്ല് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ സത്യത്തിൽ ബുദ്ധിമുട്ടാണ്. കാരണം ഇന്ന് നമ്മുടെ എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന വാഹനങ്ങളുടെ വലിപ്പം വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കത് അങ്ങനെ ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങുന്നത് ബുദ്ധിമുട്ടാണ്. വേറെ അന്ന് അത്യാവശ്യം വലിയ കാർ പാർക്കിങ്ങും നല്ല ഫെസിലിറ്റീസ് ഉള്ളൊരു പ്രൊജക്റ്റ് ഒരു 15-20 വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ വാങ്ങിയിട്ടു. അന്നത്തെ സ്ക്വയർ ഫീറ്റ് നമുക്കറിയാമല്ലോ, ഒരു 2000 rupees പെർ സ്ക്വയർ ഫീറ്റ് റേറ്റിലേക്ക് അന്ന് അപ്പാർട്ട്മെന്റ് കിട്ടുന്ന കാലഘട്ടമാണ്. ഇന്ന് അതേ അപ്പാർട്ട്മെന്റ് നമ്മളത് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അപ്പാർട്ട്മെന്റ് കേരളത്തിൽ 2000 രൂപയ്ക്ക് കിട്ടും.